എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മീനാക്ഷി വീട്ടിലേക്ക് ഫോൺ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മയോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് എങ്ങനെയാണ്, സുഖമാണ്, അച്ഛന് കുറവൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കൊടുങ്കാറ്റ് പോലെ ശ്രീദേവി അങ്ങോട്ടേക്ക് ഓടി കയറി വരുന്നത്. ശ്രീദേവിയുടെ വരവും ആ വെപ്രാളവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പത്തിനും മീനാക്ഷി പറഞ്ഞു, അമ്മ ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് കോള് കെട്ട് ചെയ്യണം. പിന്നീട് ചോദിച്ചു, എന്താ ശ്രീദേവി എടുത്ത് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. എന്താ വല്ല സുനാമി ഉണ്ടായെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ശ്രീദേവി പറഞ്ഞു, സുനാമി ആണേലും കുഴപ്പമില്ല, ഇത് അതിനേക്കാളും വലിയ പ്രശ്നമാണെന്ന് പറയണം. അതിനേക്കാളും വലിയ പ്രശ്നമോ? അതെന്ത് പ്രശ്നമാ ശ്രീദേവി അടുത്ത്, എന്തിനാ ഇത്ര ഓടി അണിച്ചിങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുകയാണ്. എന്റെ മീനു ഒന്നും പറയണ്ട, ആകെപ്പാടെ പ്രശ്നമാണെന്ന് പറയാണ്. പ്രശ്നം എന്താന്ന് ആദ്യം പറ. അയ്യോ അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ദൈവമേ മീനാക്ഷി എങ്ങനെ സഹിക്കുമെന്ന് അറിയില്ല എന്ന് പറയാ. അത്രയ്ക്ക് പ്രശ്നമാണോ? അന്നെങ്കിൽ ഞാൻ ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യം ഒന്ന് സംഭരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് പറഞ്ഞു, ഇനി പറഞ്ഞു ശ്രീദേവിടുത്തെ കാര്യം എന്താന്ന് ചോദിക്കണം. അത് പിന്നെ നമ്മുടെ ആര്യനുണ്ടല്ലോ, ആര്യന് എന്ത് പറ്റി, ആര്യന് എന്തിനും അപകടം സംഭവിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതൊന്നും അല്ല, പിന്നെന്താ, ആര്യം മദ്യപിച്ചിട്ട് വന്നു പറയണം. മദ്യപിച്ചിട്ട് വന്നോ? ഓ എന്റെ ദൈവമേ, ഒരു മിനിറ്റ് ഞാനങ്ങ് ഞെട്ടിപ്പോയി, എന്തിനാ അപകടം സംഭവിച്ചെന്ന് എഴുതിയിട്ട്. അയ്യോ ഇത് അപകടമല്ലേ മീനാക്ഷി, അപകടത്തിനേക്കാളും വലിയ കാര്യമല്ലേ ഇതെന്ന് ചോദിക്കും. എന്റെ ശ്രീദേവിയടുത്തി എന്തൊക്കെയാ ഈ പറയണേ? ഒരിത്തിരി ചിലപ്പം മദ്യം കഴിച്ചിട്ടുണ്ടായിരിക്കും, അതിന് ഇത്രമാത്രം വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? മദ്യം ചിലപ്പം ബിയർ ആയിരിക്കും കഴിച്ചിട്ടുണ്ടായിരിക്കാം. അയ്യോ അങ്ങനെ പറയരുത് മീനാക്ഷി, കാരണം മറ്റൊന്നുമല്ല, എങ്ങാനും ഇത് ബാലച്ചൻ അറിഞ്ഞിട്ടുണ്ടെന്ന് ഓർത്തു വയ്ക്കേ. അങ്ങനെ ആരും ചെയ്യാൻ കൊള്ളുന്ന കാര്യമാണെന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോൾ മീനാക്ഷിക്ക് മനസ്സിലായി കാര്യം പന്തിയല്ലെന്ന്. ആള് ശ്രീദേവിയാണ്. ഈ വീട് മൊത്തം പരക്കും. ഇത് പെട്ടെന്ന് തന്നെ അച്ഛന്റെ കാതുകളിലും കാര്യങ്ങളെത്തും. ആ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് മീനാക്ഷി പറഞ്ഞു, അതെ വെറുതെ തോന്നിയതായിരിക്കും ശ്രീദേവി അടുത്ത്, അങ്ങനെ മദ്യമൊന്നും കഴിച്ചിട്ടുണ്ടായിരിക്കില്ലെന്ന് പറയണം. അല്ല ഞാൻ സത്യമായിട്ട് പറഞ്ഞാന്ന് പറയാ. ദേ ശ്രീദേവി അടുത്ത് വെറുതെ കള്ളത്തരം പറയില്ലെന്ന് പറയാ. എന്തിന് ഞാൻ കള്ളത്തരം പറയണം? അവൻ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ എനിക്ക് മദ്യത്തിന് നല്ല സ്മെല്ല് അടിച്ചെന്ന് പറയണം. മദ്യം വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാന്ന് പറയണം. ദൈവമേ പണി പാളിയല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യുന്നേ എന്നൊരു ചിന്ത മീനാക്ഷിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു, ഇതൊക്കെ കണ്ടില്ല കേട്ടില്ലെന്ന് അടിച്ചിരിക്കാൻ എനിക്ക് പറ്റില്ല, കാരണം ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമാളല്ലേ, അപ്പൊ ഞാൻ വേണം ഇവരെയൊക്കെ നേർവഴിക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാനത് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ശ്രീദേവി അങ്ങോട്ടേക്ക് പോവാണ്. പെട്ടല്ലോ ഭഗവാനെ എന്ന് മീനാക്ഷി വിചാരിക്കുകയാണ്. ഈ സമയത്ത് മിത്ര ആര്യനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. മിത്രയുടെ ആര്യം പറഞ്ഞു, അതെ ഇന്ന് ഞാന് ഒരു ബിയർ കഴിച്ചെന്ന് പറയണേ. ബിയർ കഴിച്ചോ? അതെ, അതിപ്പോ വലിയ പ്രശ്നമാവുന്നാ തോന്നേ. എന്താ ആര്യ അങ്ങനെ പറഞ്ഞേ? ശ്രീദേവി അടുത്ത് അത് പിടിച്ചിട്ടുണ്ട്. ശ്രീദേവി അടുത്ത് മിക്കവാറും അത് ഭൂകമ്പാക്കി മാറ്റാൻ ചാൻസ് ഉണ്ടെന്ന് പറയണം. ദൈവമേ എന്ത് പരിപാടി ആര്യ കാണിച്ചേ? നിങ്ങൾ ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. എന്ത് ചെയ്യാനാ? പിടിക്കുവാണെ പിടിക്കും, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനെന്നൊക്കെ ചോദിക്കണം. അപ്പോഴേക്കും മീനാക്ഷി അങ്ങോട്ടേക്ക് വന്നു. മീനാക്ഷി വന്ന് ചോദിച്ചു, ആര്യ ആകെപ്പാടെ പ്രശ്നമല്ലോ എന്ന് പറയണം. എന്താ മീനാക്ഷി അടുത്ത്? അല്ല നീ മദ്യവെച്ചെന്നും പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് ശ്രീദേവി അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു പറയാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മിത്രേ, എല്ലാത്തരത്തും ചെന്ന് കൊളുത്തി കൊടുക്കുന്നുള്ള കാര്യം. ആര്യ ഇതൊക്കെ അറിഞ്ഞിട്ട് നീ എന്തിനാടാ ഇങ്ങനെ ചെയ്തിട്ട് വന്നേന്ന് ചോദിക്കാം. എന്റെ അടുത്ത് ഒരു ബിയർ കഴിച്ചേ ഉള്ളൂ. ബിയർ ഞാനൊന്നും പറയണില്ല, മുമ്പ് ഹണിമൂൺ ട്രിപ്പ് ഒന്നും പറഞ്ഞിട്ട് പോയ സമയത്ത് നീയും ആകാശനും കൂടെ ബിയർ കുടിച്ചാൽ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയണം. ഇത് കേട്ടതും മിത്ര ഞാഹാ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോ ആര്യം പറഞ്ഞു, അന്ന് ആ ബിയർ കുടിച്ചതിന് ശേഷം പിന്നെ ഇന്നാ ഒന്ന് കുടിക്കണേന്ന് പറയണം. മീനാക്ഷി പറഞ്ഞു, എനിക്കറിയാം നിന്റെ വിഷമം എന്താന്ന്, അച്ഛൻ തല്ലിയതിന്റെ വിഷമത്തിൽ നീ കുടിച്ചായിരിക്കുമല്ലേ, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ മീനാക്ഷി അടുത്തിന്റെ സ്വഭാവം അറിയാലോ. മീനാക്ഷി അടുത്ത് എവിടെ എന്താ കൊളുത്തണേന്ന് ഓർത്തിരിക്കുക. ആ സമയത്ത് വീട് കിട്ടിയൊരു അവസരം അത്, ഇതവർ മിക്കവാറും മാക്സിമം പ്രയോജനപ്പെടുത്തും. ഇനിയിപ്പം ഞാൻ നോക്കിയിട്ട് ഒരു വഴി മാത്രമേ കാണുന്നുള്ളൂ, അമ്മയുടെ അരിയിലേക്ക് ചെല്ലണം, അമ്മയുടെ കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറയാ. പെട്ടെന്ന് ആര്യം പറഞ്ഞു, വേണ്ട വേണ്ട, അമ്മയുടെ കാര്യങ്ങൾ പറയണ്ട. അതെന്താ? അമ്മ അറിഞ്ഞ പ്രശ്നമാന്ന് പറയാ. എന്റെ ആര്യം അമ്മ അറിയണം, അമ്മ അറിഞ്ഞാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല, അമ്മയ്ക്ക് മാത്രം പ്രശ്നം വന്ന് പരിഹരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ മീനാക്ഷി പറയണം. ഞാൻ അമ്മയെ കണ്ടു വരാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. ഈ സമയം ശ്രീദേവി ഒരു കൊടുക്കാറ്റ് പോലെ നേരെ ആനന്ദിന്റെ അടുത്തേക്കാണ് വരുന്നത്. പിന്നീട് ആനന്ദനോട് ആനന്ദേട്ടാ ഇവിടെ വലിയ പ്രശ്നമാന്ന് പറയണം. പ്രശ്നമോ? എന്ത് പ്രശ്നം? നമ്മുടെ ആര്യനുണ്ടല്ലോ, ആര്യം മദ്യപിച്ചിട്ട് വന്നിരിക്കുമെന്ന് പറയണം. നിനക്ക് വെറുതെ തോന്നുന്നായിരിക്കും ശ്രീദേവി. അല്ലെന്നേ ശരിക്കും മദ്യപിച്ചിട്ട് വന്നു. ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോ നല്ല സ്മെല്ല് എന്റെ മുഖത്തടിച്ചു, എനിക്ക് നല്ല സ്മെല്ലൊക്കെ വന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് പറഞ്ഞു,
ഇനിയിപ്പ ഇത്തിരി എങ്ങാനും മദ്യപിച്ചിട്ടെന്നോ ഒരു ബിയർ കഴിച്ചെന്ന് വെച്ച് നീ അത് വലിയ ഭൂകമ്പാക്കി മാറ്റാനൊന്നും പോണ്ട. നീ ആരോടും പറയണ്ട കേട്ടോ എന്നൊക്കെ പറയണം. ഇത് കേട്ട് ഇനിയിപ്പോ ശ്രീദേവി പറഞ്ഞു, ഞാനോ? ഞാൻ അത്രയൊക്കെ പറയുവോ? ഞാൻ കൊട്ടിപ്പാടി നടക്കുന്ന ആളാന്ന് ആനന്ദേട്ടന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. ഞാൻ ആകെപ്പാടെ പറഞ്ഞ് മീനാക്ഷിയോട് പറഞ്ഞു. ഇനിയിപ്പോ അമ്മയോട് പറയാൻ പോവാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഒരു നിമിഷം ആനന്ദിങ്ങനെ ആലോചിച്ചു. പിന്നീട് ആനന്ദനോട് ഞാൻ പറഞ്ഞു, ഇത്രയൊക്കെയാ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, വേറെ ആരോടും പറഞ്ഞിട്ടില്ലെന്ന് പറയാം. മതിയല്ലോ, ഇനി ഇത്തിരി കഴിയുമ്പോഴത്തേനും ഇവിടെ അച്ഛനോടും പറയും എന്നുള്ള കാര്യം ആനന്ദിന് ഉറപ്പായിരുന്നു. പിന്നീട് ആനന്ദനോട് പറഞ്ഞു, ഇതൊക്കെ കണ്ടില്ല കെട്ടിൽ നടിക്കാണ്ട് എനിക്ക് പറ്റില്ല. ഒന്നുമല്ലെങ്കിൽ ഞാൻ അവന്റെ ഏട്ടത്തിയമ്മയല്ലേ. പിന്നെ ഞാൻ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യണ്ടേ, ഞാൻ വേണ്ടേ ആ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും പരിഹരിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീദേവി അങ്ങോട്ട് എനിക്ക് പോയി കഴിയുമ്പോൾ ആനന്ദിന് ഒരു കാര്യം മനസ്സിലായി, ഇതിവിടെ എങ്ങും നിൽക്കില്ല എന്നുള്ള കാര്യം. പിന്നീട് മീനാക്ഷി നേരെ ഗോമതിയുടെ അടുത്തേക്കില്ലാണ്. ഗോമതിയുടെ അടുത്ത് എന്നിട്ട് അമ്മ ഒരു പ്രശ്നമുണ്ടെന്ന് പറയണ. എന്താ മോളെ, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കണം. അത് പിന്നെ ആരിനൊരു ബിയർ കഴിച്ചിട്ട് വന്ന് പറയണേ. ബിയർ കഴിച്ചിട്ട് വന്നോ? അതെ. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെന്ന് ചോദിക്കാ. എന്ത് ചെയ്യാനാ, അത് പ്രശ്നം അതല്ല, ശ്രീദേവി അടുത്ത് അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ശ്രീദേവി അടുത്ത് ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് അറിയത്തില്ല. മെയിനായിട്ട് അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മതി ഈ വീട്ടിലൊരു ഭൂകമ്പം നടക്കാനായിട്ട്. ഇത് കേട്ടതും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. എന്നിട്ട് മീനാക്ഷിയോട് ഗോമതി ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെന്ന് ചോദിക്കുക. ഒരു കാര്യം ചെയ്യാം, അമ്മയ്ക്കോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് പറയാം. ഞാനോ? ഞാൻ പറയുന്ന പോലെ അമ്മ അങ്ങോട്ട് ചെയ്താൽ മതി എന്ന് പറയാണ്. അല്ലാതെ വേറൊരു മാർഗം കാണുന്നില്ല. ഇനിയിപ്പൊ അത് മാത്രം മാർഗമുള്ളെന്ന് പറയാം. അല്ല മോളെ, ഇതെങ്ങാനും ബാലേട്ടൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഭൂകമ്പം നടക്കുമെന്ന് പറയാം. അതെ, അതറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നേ. ഈ ശ്രീദേവി അടുത്തേക്ക് എന്തിന്റെ കേടാന്നറിയത്തില്ല, അത് പോയി മണത്ത് കണ്ടുപിടിച്ചിരിക്കുന്നു. അത് വലിയ പ്രശ്നം ഉണ്ടാക്കാനായിട്ടാ പുള്ളിക്കാരത്തിന്റെ പരിപാടി. അറിയാലോ സ്വഭാവം. എവിടെയാലും ഒന്ന് ഏഷണി കുത്തിക്കൊടുത്ത് എന്തേലും വീട്ടിലൊരു വഴക്കുണ്ടാക്കിയില്ലെങ്കിൽ അവർക്ക് ഒരു സമാധാനം ഇല്ലെന്ന് പറയാം. അത് കേട്ടപ്പോൾ ഗോമതി അത് ശരിയാ മോളെ എന്ന് പറയാം. എന്നാലും ആനിത് എന്തിനായിരിക്കും പോലും ചെയ്തേ. അത് പിന്നെ രാവിലെ അച്ഛനെ അടി കൊടുത്തതിന്റെ സങ്കടത്തിൽ ചെയ്താന്ന് തോന്നേ. ഇനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വന്ന് എന്റെ ബാക്കി നോക്കുക. ഒരു ബിയർ കഴിച്ചേന് ശ്രീദേവി അടുത്ത് ഇപ്പം മിക്കവാറും ഈ വീടെടുത്ത് തിരിച്ചു വെക്കുമെന്ന് പറയണ. അങ്ങനെ പറഞ്ഞു തീർന്നില്ല. അപ്പോഴേക്കും കഥയെ മുട്ടുന്ന ശബ്ദം കിട്ടും. ഈ സമയം മീനാക്ഷി ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ശ്രീദേവി അടുത്ത് വരുമെന്ന്. അമ്മയുടെ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടി വരുന്ന. അമ്മ ഒരു കാര്യം ചെയ്യുക, നന്നായിട്ട് അങ്ങോട്ട് അഭിനയിച്ചാളാൻ പറയാണ്. ആ സമയത്ത് മീനാക്ഷിയോട് ശ്രീദേവി പറഞ്ഞു, മീനാക്ഷിയോട് ഗോമതി പറഞ്ഞു, എന്താ മീനാക്ഷി നീ പറയണേ? അവൻ മദ്യപിച്ചെന്നോ? അവനെ ഞാൻ കൊന്നു വെക്കത്തുള്ളൂ, അവനെ ഞാൻ ജീവനോടെ വിടത്തില്ല. പെട്ടെന്ന് മീനാക്ഷി അങ്ങ് അഭിനയിച്ചു. വേണ്ടമ്മേ, അമ്മ ഒന്നും ചെയ്യാനൊന്നും പോണ്ട. ഇല്ലില്ല, അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇന്ന് അവനെ കൊല്ലും, വെട്ടും കുത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നല്ല ഒന്നാം തന്നെ അഭിനയമായിരുന്നു. പക്ഷെ പുറത്തു നിന്ന് ശ്രീദേവി ഓർത്ത് സത്യമായിരിക്കും എന്നുള്ള കാര്യം. പിന്നീട് മീനാക്ഷിയോട് പറഞ്ഞു, ഇങ്ങോട്ട് അവൻ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്, രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. അവൻ ഈ ദേവമംഗലത്തെ ഗോമതി ആരാന്നറിയത്തില്ല. അവനെ ഞാൻ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ നൈസായിട്ട് ആ കഥയുടെ കുറ്റി അങ്ങെടുത്ത് വെച്ചു. ചെവി വട്ടം പിടിച്ചിരുന്ന ശ്രീദേവി എന്ത് ചെയ്യണം, കഥ തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും അകത്തേക്കും വീഴാൻ പാതിന് ഇങ്ങോട്ട് ഓടി വരുവാണ്. ഈ സമയത്ത് കോമതി പറഞ്ഞു, കാണിച്ചു കൊടുക്കുന്നുണ്ട് ആനെ. അവൻ എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചു പുറത്തേക്ക് ഇറങ്ങി ഓടാൻ നോക്കുമ്പത്തിന് മീനാക്ഷി കയ്യിലേക്ക് ഇരി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, വേണ്ടമ്മേ വേണ്ടെന്നൊക്കെ പറയണം. ശ്രീദേവി പറഞ്ഞു, അയ്യോ വേണ്ടമ്മേ, ആരെ തല്ലാനും കൊല്ലാനൊന്നും പോണ്ട, ഞാൻ അറിഞ്ഞ കാര്യം ഞാൻ പറഞ്ഞോളൂ. വേണ്ട, നീ അങ്ങോട്ട് മാറി നിൽക്കും ശ്രീദേവി. ഈ ഗോമതി ആരാന്ന് അവൻ അറിഞ്ഞിട്ടില്ല, അവൻ അറിയാൻ പോകുന്നുണ്ടെന്നൊക്കെ പറയാം. അമ്മേ പ്ലീസ് അമ്മേ, ഞാൻ അറിഞ്ഞ കാര്യം അമ്മയോട് പറഞ്ഞു. അമ്മ ഇത് വലിയ പ്രശ്നമാക്കി മാറ്റില്ലെന്ന് പറയാണ്. പ്രശ്നമാക്കരുതെന്നോ? ഈ കുടുംബത്തിൽ എന്ത് നടന്നപ്പോൾ ഞാൻ അറിയണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീദേവി നേരെ ഹാളിലേക്ക് ചെല്ലുവാണ്. പിന്നീട് ആര്യനെ വിളിച്ചു. അപ്പോഴത്തേക്കും ആര്യനും ഇത്രയും കൂടെ വന്നു. ഈ സമയം ആര്യന്റെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അമ്മ ഇങ്ങനെ പ്രതികരിക്കാൻ പോകുന്നു പറയാൻ പറ്റില്ല. പെട്ടെന്ന് ഗോമതി ചോദിച്ചു, നീ മദ്യപിച്ചിട്ടുണ്ടോ ആര്യാന്ന് ചോദിക്കാം. സത്യം പറയണം, നീ മദ്യപിച്ചിട്ടുണ്ടോന്ന് ചോദിക്കും. ഇല്ലാന്ന് പറയണം. അന്ന് ഒന്ന് ഊതിക്കേന്ന് പറയണം. ആരും പതുക്കെ ചെന്ന് ഊതുവാണ്. മണം ഒന്നും വന്നില്ലോ മോളെ ശ്രീദേവി, നിനക്ക് തോന്നുന്നു പറയാ. ഇല്ലമ്മേ, മണം ഉണ്ടായിരുന്നു, ആരും മദ്യപിച്ചിട്ടുണ്ടെന്ന് തന്നെ ഉറപ്പിച്ച് പറയണം. അത് നിന്റെ തോന്നലാ, എനിക്കൊന്നും മണം വന്നില്ല, ഒന്നുകൂടെ ഊതിക്കാന്ന് പറയണം. ഒന്നുകൂടെ ഊതിക്കഴിഞ്ഞു, അപ്പോഴും മണം വന്നില്ല. പിന്നീട് മീനാക്ഷി ഇടിച്ച്, നിനക്ക് മണം വന്നോ? എനിക്ക് വന്നില്ല എന്ന് പറയണം. മിത്തായിക്ക് മണം വന്നില്ല എന്ന് പറഞ്ഞു. ആ സമയം ശ്രീദേവി കൺഫ്യൂഷനായി. ഇനിയിപ്പോ തന്റെ എന്തെങ്കിലും കുഴപ്പമാണോ, താൻ എന്തെങ്കിലും തനിക്ക് എന്തെങ്കിലും തോന്നിയതാണോ എന്നൊരു ചിന്ത ശ്രീദേവിയുടെ മനസ്സിലും വരുന്നുണ്ട്. അപ്പോഴേക്കാണ് കഷ്ടകാലം പിടിക്കാണ്ട് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത്. ബാലൻ വന്ന് ശ്രീദേവി ഓടി അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, ബാലച്ച ഇവിടെ ഒരു തർക്കം എന്ന് പറയണം. ഗോമതിക്ക് മനസ്സിലായി എല്ലാം തീർന്നു, ഇവൾക്ക് ഇത് എന്തിന്റെ കേടാണോ. പിന്നെ ബാലൻ ചോദിച്ചാൽ, എന്താ? അതെ, ആരും മദ്യപിച്ചിട്ടാ വന്നിരിക്കുന്നത്. ഞാൻ മദ്യപിച്ചിട്ടാ ആരും വന്നിരിക്കുന്നു പറഞ്ഞിട്ട് ഇവിടെ ആരും വിശ്വസിക്കുന്നില്ല. ബാലച്ചൻ്റെ ഒരു കാര്യം ചെയ്യാം, ബാലച്ചനെ ഒന്ന് നോക്കാൻ പറയാണ്. ഇത് കേട്ടതും ബാലൻ ഒരു നിമിഷം ഒന്ന് നോക്കി ആര്യനെ ഒന്നും മിണ്ടാതെ തല കുടിച്ചിരിക്കുകയാണ്. പിന്നീട് നേരെ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി പറഞ്ഞു, ആര്യ നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയണം.
ഇത് കേട്ട ബാലൻ പറഞ്ഞു അവിടെ നിൽക്കടാന്ന് പറയണ. നീ ഊതിക്കേ, ഊതിയിട്ട് പോയാൽ മതി എന്ന് പറയാം. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ഊതാനല്ല നിന്നോട് പറഞ്ഞെന്ന് ചോദിക്കണം. ആരും പതുക്കെ പോയി ഊതി. പിന്നെ ഒന്നുകൂടെ 2 പ്രാവശ്യം ഊതിച്ചു. അപ്പോൾ രണ്ടാമത്തെ കൊണ്ട് ഊതി കഴിഞ്ഞിട്ട് ഈ മദ്യപിച്ചിട്ടൊന്നും ഇല്ല മോളെ, മോൾക്ക് തോന്നിയായിരിക്കും അതിന് നീ പൊയ്ക്കൊള്ളാനൊക്കെ പറയണ. അങ്ങനെ ആരും ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോഴാണ് ഗോമതിക്ക് ശ്വാസം നേരെ വീണേ. ആകെപ്പാട് ടെൻഷൻ ഉണ്ടായിരുന്നു ഗോമതിക്ക്. ഈ സമയം ഇങ്ങനെ ആലോചിച്ച് ശ്രീദേവി പറഞ്ഞു, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് പറയണ. ഇല്ല മോളെ എന്ന് പറയാ. അല്ല ബാലിച്ചിന് കൊറോണ വന്നിട്ടുണ്ടെന്ന് നിൽക്കും. എന്താ അങ്ങനെ ചോദിച്ചാൽ, അല്ല കൊറോണയാണ് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സ്മെല്ലൊന്നും കിട്ടത്തില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയണം. ഓ അങ്ങനെ, എന്താണ് അവൻ മദ്യപിച്ചിട്ടില്ല. ആരാ മദ്യപിച്ചിട്ടൊന്ന് മോളോട് പറഞ്ഞേ? അത് ഞാൻ തന്നെയാ. മീനാക്ഷി പറഞ്ഞു. ശ്രീദേവി അടുത്ത് ഇതൊക്കെ പറഞ്ഞെന്ന് പറയാ. മോള് തെറ്റിദ്ധരിച്ചിരിക്കുക, അവൻ മദ്യപിച്ചിട്ടൊന്നുമില്ല, മോള് പൊയ്ക്കോളെന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതിയെ വിളിച്ചിട്ട് ബാലൻ മുറിയിലേക്ക് എല്ലുവാണ്. മുറി ചെന്നേരത്തേനും ബാലൻ പറഞ്ഞു, അവൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ബാലനല്ലേ നാണക്കേട്. ബാലൻ അത്ര കാര്യമായിട്ട് മക്കളെ വളർത്തിക്കൊണ്ട് വന്നിട്ട് മക്കൾ ഇങ്ങനെ ഒരു പരിപാടി കാണിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ നാണക്കേട് ആർക്കാ? ഈ ബാലനല്ലേന്ന് ചോദിക്കണം. ഗോമതി പറഞ്ഞു, ബാലേട്ടാ അവനെ ഞാൻ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയണം. പിന്നെ ആരെ കുറ്റം പറയണം? അവനെ മാത്രമേ കുറ്റം പറയുള്ളൂ. അവനെ ഒറ്റ എല്ലാത്തിനും കാരണക്കാരൻ ബാലേട്ടാ. ഇപ്പൊ ഇവിടെ അവൻ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ ബാലേട്ടൻ അവൻ തല്ലിയോണ്ടല്ലേന്ന് ചോദിക്കും. പിന്നെ തെറ്റ് ചെയ്താൽ പിന്നെ തല്ലു അല്ലാതെ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ബാലേട്ടാ അവൻ ചെണ്ടയൊന്നുമല്ല, കുഞ്ഞുനാളിലെ മുതൽ തല്ലുകൊണ്ട് വളരുന്നല്ലേ. അപ്പൊ അവന് അതിൻ്റെതായ ബുദ്ധിമുട്ട് കാണും. മുമ്പ് തല്ലുകൊള്ളുന്ന പോലെയല്ല, ഇപ്പൊ ഭാര്യയുടെ മുന്നിൽ വെച്ചൊക്കെ തല്ലി കിട്ടുകയെന്ന് പറയുമ്പോൾ അത് അവന് അപമാനമായിട്ട് തോന്നും. അതുകൊണ്ടാണ് അവൻ ചില മദ്യപിച്ചിട്ട് വന്നിട്ടുണ്ടായിരിക്കുക. ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ബാലൻ പറഞ്ഞു, നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരുമൊന്നും വേണ്ട, എനിക്കറിയാം എന്റെ മോനെ എങ്ങനെ വളർത്തണമെന്ന് എനിക്കറിയാന്ന് പറയാ. ബാലേട്ട സ്നേഹം കൊണ്ട് സമ്മതിച്ചു. പക്ഷെ അതുപോലെയല്ല കുട്ടികളുടെ അടുത്ത് ഇടപെടണ്ടേ. കുട്ടികളുടെ അടുത്ത് ഇടപെടുമ്പോൾ അതിന്റെ മയത്ത് വേണം ഇടപെടാനായിട്ട്. ഇപ്പൊ അവൻ പഴയ ആളല്ല, കല്യാണം കഴിഞ്ഞൊക്കെയാ. അപ്പൊ അതിൻ്റെതായ രീതി വേണം ഇടപെടാനായിട്ട്. അല്ലാതെ എപ്പോഴും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ തല്ലുവടിയും കൊടുത്ത് കുഞ്ഞു പിള്ളേരെ വളർത്തുന്ന പോലെ ഒന്നും അല്ല വളർത്തണ്ടേ. അറിയാലോ. ഇനി എങ്കിലും ബാലേട്ടൻ അത് മനസ്സിലാക്കാൻ പറഞ്ഞിട്ട് ഗോമതി അങ്ങോട്ട് പോകുമ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ബാലൻ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.